ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മെഴുക്കുവരട്ടിയാണ്. ഇത് 250 ഗ്രാം അച്ചിങ്ങയാണ്. ഇതാണ് നമ്മൾ മെഴുക്കുവരട്ടാൻ പോകുന്നത്. ആദ്യമായിട്ട് പാൻ അടുപ്പ് വെച്ചു. പാൻ ചൂടായിരിക്കുക. പാനിലേക്ക് താണ്ട് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് പിന്നീട് ഞാൻ ഇടുന്നത് വേണ്ട കുറച്ച് തേങ്ങക്കൊത്ത്. ഇച്ചിരി നീളത്തിലരിഞ്ഞ തേങ്ങക്കൊത്ത് വേണം കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. തേങ്ങക്കൊത്ത് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വേണ്ട ഒരു 3 ചെറിയ വെളുത്തുള്ളി, ചെറിയ അല്ലി 3 ഉള്ളി, 3 അല്ലി, പിന്നെ ഒരു കപ്പ് ചെറിയ ഉള്ളി, പിന്നെ വറ്റൽമുളക്. അതാണ്ട് ഇതേപോലെ 3 വറ്റൽമുളകും ഇതുപോലെ 3 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത് ഇതിനകത്തിടാൻ. എന്നിട്ട് ഇത് ഞാൻ ഗ്രൈൻഡർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. ഒരുപാടൊന്നും ചെയ്യരുത്, ഒത്തിരി അങ്ങ് പൊടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വഴറ്റും. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ മെഴുക്ക് പുരട്ടിക്ക്. 1 ടീസ്പൂൺ ഉപ്പിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ ഇത്. ഇനി ഇതാണ്ട് നമ്മൾ ഇതിനകത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് ആ മഞ്ഞൾ പൊടി ഇതാണ്ട് ഇവിടെ ഒന്ന് മൂക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പയറിടണം. പയറും പച്ചമുളകും രണ്ടൊരു 3 പച്ചമുളകും ഇതിനകത്തിട്ട് നമ്മൾ ആ പയറിനകത്തിലേക്ക് ഇടുക. ഇത് 250 ഗ്രാം പയറാണ്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിയും പെട്ടെന്ന്. ഇതിലേക്ക് വേണ്ട ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം. അതിൻ്റെ ആവശ്യമുള്ളൂ വെള്ളം. ഉപ്പ് നമ്മൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഓരോ മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. എന്നിട്ട് അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കാണാൻ ലാസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ആ വറ്റൽമുളക് ഇടണം കേട്ടോ. ഒരു 3 വറ്റൽമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അത് മറക്കരുത്. വറ്റൽമുളക് ഇട്ടാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കിയതാണ് കേട്ടോ. നിങ്ങൾ ഇളക്കി വെച്ച് കൊടുക്കണം. പതുക്കെ ഇളക്കി വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കും. കണ്ടോ, ഇത്രയായിപ്പോൾ. ഇനി ഇതിനേക്കാളെല്ലാം അങ്ങ് കുറയും. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്. എടുത്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റൊന്നും കിട്ടത്തില്ല. വെള്ളമൊക്കെ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും അടച്ചു വയ്ക്കും. നമുക്കിപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇപ്പം ഒരു 7-8 മിനിറ്റായി. ആണ്ടേ, അപ്പോൾ കുറച്ചുകൂടെ എല്ലാം മൂത്ത് വരുവാണ്. പിന്നെ നിങ്ങൾ ആ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചല്ലോ, അതിനകത്തിൽ ഉപ്പ് കലക്കിയിട്ട് ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അന്നേരം നല്ലോണം ഉപ്പൊക്കെ പിടിക്കും. ഞാൻ നേരെ ഇട്ടത് അങ്ങനെ ഇടാൻ കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ചെയ്യണം. അങ്ങനെ കുറച്ചുകൂടെ നല്ലതുപോലെ ഉപ്പൊക്കെ അകത്തോട്ടൊക്കെ പിടിക്കും. ഇനി കുറച്ച് നേരം കൂടി ഇരിക്കണം. ഉപ്പ് ഇച്ചിരി കൂടെ വേണം കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം വേണ്ട തന്നെ അര സ്പൂൺ ഉപ്പ് ഇട്ട് 1/2 ടീസ്പൂൺ. മുമ്പേ 1 ടീസ്പൂൺ ഇട്ടത്, ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇടും. അപ്പോൾ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്ന കാര്യം മറക്കല്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്യണം.
ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 2-3 മിനിറ്റ്സ് കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെച്ച് കൊടുക്കണ്ട. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിരുന്നങ്ങ് അടുക്കി പിടിക്കുക. കാരണം നമ്മൾ വെള്ളമൊന്നും അധികം ഒഴിക്കുന്നതല്ലല്ലോ, അതുകൊണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഇരുന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി അടിപൊളിയായിട്ട് സെറ്റാകും. അതാണ്ട് നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. ഇപ്പം ഏതാണ്ട് ഒരു 20 മിനിറ്റ്സോളം ആയി മൊത്തം. അത്രയും സമയം എടുക്കും. കാരണം ഇത് പതുക്കെയല്ലേ, നമ്മൾ വളരെ ചെറിയ ഫ്ലെയിമിലല്ലയോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൂടുതൽ ഒഴിക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് സമയം മതി. പക്ഷേ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെ പതുക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. താങ്ക് യു.